പക്ഷേ ആ മണവാളൻ നിങ്ങളെ ചേർക്കാൻ വരുന്നവരെ നിങ്ങൾ ആ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമെന്നിപ്പോൾ എനിക്കൊരു പേടി. കഴിഞ്ഞ 2 ആഴ്ച നമ്മൾ പഠിച്ച ഒരു വിഷയം, വൈ ആർ വി സോ സ്പിരിച്വലി വീക്ക് ഈവൻ ദോ വി ആർ ഫിസിക്കലി സ്ട്രോങ് ഔട്ട്സൈഡ്. നമ്മൾ പലപ്പോഴും പുറമേ കുഴപ്പമൊന്നുമില്ല, സഭയിൽ വന്ന് പാട്ട് പാടുന്നു, പ്രസംഗിക്കുന്നു, സഭയിലെ എല്ലാ ശുശ്രൂഷകളും പങ്കെടുക്കുന്നു, എല്ലാം ചെയ്യുന്നു, പക്ഷേ അകമേ ആത്മീയമായി വലിയ ക്ഷീണം ഉള്ളവരും അല്ലെങ്കിൽ ബലഹീനരുമായിരിക്കുന്നു. അതെന്തുകൊണ്ട് എന്നൊരു ചോദ്യമാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയിൽ തന്നെ 3 ഉത്തരങ്ങൾ കണ്ടു. നമ്പർ 1, ലാക്ക് ഓഫ് ഇൻറ്റിമസി വിത്ത് ഗോഡ്. ദൈവത്തോടുള്ള നമുക്ക് അടുപ്പമില്ലാത്തത് കൊണ്ടാണ് അകത്തെ മനുഷ്യൻ ബലപ്പെടാത്തത്. പുറത്തെ മനുഷ്യൻ ഇതൊക്കെ ചെയ്യും. ആൾക്കാർ കാണുന്ന പുറത്തെ മനുഷ്യനല്ലേ. പുറത്തെ മനുഷ്യരോടൊന്ന് പാടുന്നു, പ്രസംഗിക്കുന്നു, ശുശ്രൂഷിക്കുന്നു, ഓടുന്നു, ചാടുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ അകത്തെ മനുഷ്യന് ബലമില്ല എന്നുള്ളത് അത് ദൈവത്തിനും അറിയാം, ആ വ്യക്തിക്കും അറിയാം. അതാണ് സത്യം. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മറ്റുള്ളവർക്കും അത് മനസ്സിലാവും, അല്ലേ? പലരും പറയും പഴയ പോലെ ഇപ്പം അത്ര പോരാ എന്ന് പറയും. അതിൻ്റെ അർത്ഥം മിനിസ്ട്രി ഈസ് നോട്ട് ദാറ്റ് എഫക്റ്റീവ് എന്നാരെങ്കിലുമൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ എൻ്റെ അർത്ഥം അകത്ത് ബലമില്ല എന്നുള്ളത് തന്നെയാണ്. ശരി, രണ്ടാമത്തെ കാരണം നമ്മൾ കണ്ട എന്ത് വരുന്നു? എത്ര പേർക്ക് അത് ഓർമ്മയുണ്ട്? ദ സെക്കൻഡ് റീസൺ ഈസ് എ ഷാലോ നോളജ് ഓഫ് ദ സ്ക്രിപ്ചർ. ദൈവവചനത്തെക്കുറിച്ചുള്ള അറിവ് വളരെ കുറവാണ്, അല്ലേ? ഷാലോ, അല്ലെങ്കിൽ വേറൊരു ഭാഷയെ പറഞ്ഞാൽ വൈ ആർ ദേ വീക്ക്? ദേ ആർ സ്പിരിച്വലി അണ്ടർ ഫെഡ്. എന്താണ്? ശരിക്കുള്ള പോഷകം ലഭിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ശരിക്കുള്ള ഭക്ഷണമില്ല, ആത്മീയ ഭക്ഷണം അകത്ത് പോകുന്നില്ല. ആത്മീയ ഭക്ഷണം എന്ന് പറഞ്ഞത് നമ്മൾ യൂട്യൂബ് റീൽസും ഷോർട്സും കണ്ടുകൊണ്ടിരുന്നാലും ഓൺലൈൻ 10 മിനിറ്റ് മെസ്സേജും ഇതൊക്കെ കേട്ടുകൊണ്ടൊന്നും ഇരുന്നാലൊന്നും നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുത്തില്ല. അവനവൻ തന്നെ പോയി എന്ത് ചെയ്യണം? ഈ വചനം, ഈ ഭക്ഷണം എന്ത് ചെയ്യണം? ഈ വചനം കണ്ടെത്തി ഭക്ഷിക്കണം, അല്ലേ? ഇത് നമ്മുടെ അകത്തെ മനുഷ്യന് ബലമായിട്ട് വരും. സോ സെക്കൻഡ് ഈസ് ദ സ്ക്രിപ്ചേഴ്സ് എന്ന് നമ്മൾ കണ്ടു. മൂന്നാമത് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു, അനദർ റീസൺ മെനി ക്രിസ്ത്യൻസ് ആർ സ്പിരിച്വലി വീക്ക് ഈസ് കോംപ്രമൈസ് വിത്ത് സിൻ. പാപത്തോട് എന്ത് ചെയ്യുന്നു? സന്ധി ചെയ്യുക, കോംപ്രമൈസ് ചെയ്യുകയാണ്. പാപം നമ്മുടെ ജീവിതത്തിൽ, പാപം ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കള്ളം പറയുക, പക്ഷേ പാപം നമ്മൾ ചെയ്തു പോവും, അല്ലേ? വി ആർ സെയിൻസ്, ഓക്കെ, പക്ഷേ വി ഒക്കേഷണലി സംടൈംസ് വി സിൻ. അതാണ് സത്യം. നമ്മൾ വീണ്ടെടുക്കപ്പെട്ട, കഴുകൽ പ്രാപിച്ച വിശുദ്ധന്മാരാണ്. പക്ഷേ എങ്കിലും പാപത്തിൻ്റെ ഒരു സ്വഭാവം നമ്മുടെ ഉള്ളിലുണ്ട്. ഈ ജഡത്തിലാണ് നമ്മൾ വസിക്കുന്നത്. പക്ഷേ പാപം ചെയ്തുവെങ്കിലോ, യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, മക്കളെ, കുഞ്ഞുങ്ങളെ, പാപം ചെയ്തുവെങ്കിലോ എന്ത് ചെയ്യണം? ക്രിസ്തു എന്ന മഹാപുരോഹിതനോട് ഓടിപ്പോയി നിരന്നേക്കണം. അതിൽ നിങ്ങൾ തുടരരുത്. ഡോണ്ട് കണ്ടിന്യൂ ഇൻ സിൻ. അതാണ് അതിനകത്തുള്ള കാര്യം. അപ്പം അവിടെ ഈ പാപത്തിൽ ഞാൻ ജീവിച്ചാലുള്ള കുഴപ്പം, നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു, ഇറ്റ് വീക്കൻസ് സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി. എനിക്ക് ആത്മീയമായ ആ ഒരു സെൻസിറ്റിവിറ്റി അങ്ങ് നഷ്ടപ്പെടും. പാപം ഇറ്റ് ഡ്രെയിൻസ് അവർ ബോൾഡ്നെസ്. എനിക്കുള്ള ആ ഒരു എന്താ പറഞ്ഞ ഒരു ധൈര്യം അതങ്ങ് നഷ്ടപ്പെടും. പാപം, സിൻ ഓൾവേസ് അഫക്ട്സ് അവർ പ്രെയർ ലൈഫ്, അല്ലെങ്കിൽ ഇറ്റ് അഫക്ട്സ്, എന്താണ്, ഫൈനലി ഇറ്റ് എൻഡ്സ് അപ്പ് ഇൻ പ്രെയർലെസ്നെസ്. സിൻ ഗ്രാജുവലി ഹാർഡൻസ് അവർ ഹാർട്ട്. നമ്മുടെ ഹൃദയം ഈ പറഞ്ഞ പോലെ കഠിനമായി പോവും പാപത്തിൽ നമ്മൾ ജീവിച്ചാൽ. ഇന്ന് ഒത്തിരി പേർക്ക് സ്പിരിച്വൽ പവർ, അകത്തെനിക്ക് നല്ല ആത്മശക്തി വേണം, പക്ഷേ ദേ ആർ അൺവില്ലിങ് ടു സെപ്പറേറ്റ്, അല്ലേ? അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സിൻഫുൾ കോംപ്രമൈസ്, പാപത്തോട് കോംപ്രമൈസ് ചെയ്ത് ജീവിച്ചാൽ അകത്ത് ശക്തി നമുക്കുണ്ടാകത്തില്ല. അപ്പം ഇവിടെ സ്പിരിച്വൽ സ്ട്രെങ്ത് ആൻഡ് കണ്ടിന്യൂവൽ കോംപ്രമൈസ്, ദേ കനോട്ട് ഗോ ടുഗദർ, ദേ കനോട്ട് സ്റ്റേ ടുഗദർ. ഒന്നുകിൽ എനിക്ക് അകത്ത് ശക്തി വേണം, അല്ലെങ്കിൽ എനിക്ക് പാപത്തിൽ ജീവിക്കണം. എനിക്ക് പാപത്തിലും ജീവിക്കണം, അകത്ത് ശക്തിയും വേണമെന്ന് ചോദിച്ചാൽ നടക്കത്തില്ല. എത്ര പേർക്കത് മനസ്സിലായി? പണ്ട് സൺഡേ സ്കൂളിൽ ടീച്ചർ ധനവാൻ്റെയും ലാസറിൻ്റെയും കഥ പഠിപ്പിച്ചിട്ട് ചോദിച്ചു, മക്കളെ, നിങ്ങൾക്കിതിൽ ആരെപ്പോലെ ആവണം? ഒരു വിരുദ്ധം പറഞ്ഞ്, എനിക്ക് ഭൂമിയും ധനവാനെ പോലെയും സ്വർഗത്തിൽ ലാസറിനെ പോലെ ആവണം. അത് പറ്റത്തില്ല, അല്ലേ?
അതുകൊണ്ട് എനിക്ക് സിൻഫുൾ കോംപ്രമൈസ്, അടുത്തത് ഇന്നർ സ്ട്രെങ്ത്, രണ്ടും കൂടെ എനിക്ക് പറ്റത്തില്ല. ഇന്ന് നാലാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ, വാട്ട് ആർ ദ റീസൺസ്, മേജർ റീസൺസ് ഫോർ മൈ സ്പിരിച്വൽ വീക്ക്നെസ് എന്ന് വെച്ചാൽ നാലാമത്തെ കാര്യം ഒരർത്ഥത്തിൽ ഇതൊരു മേജർ റീസണും കൂടിയാണ്. എന്താണെന്നറിയാമോ? ഇറ്റ് ഈസ് സ്പിരിച്വൽ ഡിസ്ട്രാക്ഷൻ. ആത്മീയമായ ഡിസ്ട്രാക്ഷൻ, ശരിയായൊരു വാക്ക് നമുക്ക് കിട്ടുന്നില്ല. ഒരു ആത്മീകമായ ശ്രദ്ധ തിരിവ്. ഒന്നിലും എനിക്കങ്ങോട്ട്, നല്ല വാക്ക് ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാക്കാം, കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഈ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഏകാഗ്രമാകുക എന്നാണ്. ഇന്നത്തെ ഏറ്റവും വലിയ രസം, നിങ്ങളിപ്പം കണ്ട് ഇവിടെ ഇരുന്ന് ഈ പ്രസംഗം നിങ്ങളിപ്പം ഇങ്ങനെ ശ്രദ്ധിച്ചിങ്ങനെ തുടങ്ങി, ഇത് തീരുന്നതിനകത്ത് വെച്ച് നിങ്ങളുടെ ശ്രദ്ധ എവിടൊക്കെ പോയിട്ട് വരുമെന്നുള്ളത് എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ ശ്രദ്ധയെങ്കിലും ഒന്ന് ഏകാഗ്രമായിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, അല്ലേ? കാരണം ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കാലത്തിലാണ്, അല്ലേ? അപ്പം ഈ ഏകാഗ്രതയില്ലായ്മ അതായിരിക്കും കുറച്ചുകൂടെ ശരി. ഇന്ന് ആത്മീയമായിട്ട് നമുക്ക് എന്തില്ല? ഏകാഗ്രതയില്ല. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പം അവിടെ 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ എന്താ പറഞ്ഞതെന്നറിയാമോ? 2 കൊരിന്ത്യർ 11-ാം അധ്യായം 3-ാം വാക്യം, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പൗലോസിന്റെ പേടി ഇതായിരുന്നു, നിങ്ങളെ ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന്റെ നിർമ്മല കന്യകയായി ഞാൻ വിവാഹ നിശ്ചയം ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ആ മണവാളൻ നിങ്ങളെ ചേർക്കാൻ വരുന്നവരെ നിങ്ങൾ ആ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമെന്ന് ഇപ്പം എനിക്കൊരു പേടി. കൊരിന്ത്യ സഭയിൽ ഒരു വരത്തിലും കുറവില്ലാത്ത സഭയായിരുന്നു കൊരിന്ത്യ സഭ, അല്ലേ? ആ സഭയെ നോക്കിയിട്ട് പറയുക, എനിക്കിപ്പോൾ ഒരു ടെൻഷൻ, എന്താ നിങ്ങൾ ക്രിസ്തുവിനുള്ള ഏകാഗ്രതയെ നിൽക്കുമോയെന്ന് എനിക്ക് വലിയ ഗ്യാരണ്ടി ഇല്ല. ഇന്ന് നമ്മളെയൊക്കെ കണ്ട പൗലോസ് എന്തു പറയായിരിക്കും? അപ്പോസ്തലനായ പൗലോസ് മണതല ഹൗസ് ഓഫ് പ്രയറിന് എഴുതിയ ലേഖനം എന്ന് പറഞ്ഞൊരു ലേഖനമാണ് എഴുതി വിട്ടാൽ എന്തുമായിരിക്കും അതിനകത്ത് എഴുതിയിരിക്കുന്നത്? ഇന്നത്തെ ഈ തലമുറ, ദിസ് ജനറേഷൻ ഇറ്റ്സ് എക്സ്ട്രീംലി ഡിസ്ട്രാക്റ്റഡ്, വളരെ ഡിസ്ട്രാക്റ്റഡാണ്. വിശ്വാസികളെന്ന് പറഞ്ഞാൽ നമ്മൾ വി സ്പെൻഡ് അവേഴ്സ് ഫീഡിങ് എൻ്റർടൈൻമെൻറ്റ് ദാൻ ഫീഡിങ് ദെയർ സ്പിരിറ്റ്. നമ്മുടെ അകത്തെ മനുഷ്യന് നമ്മളൊന്നും ഫീഡ് ചെയ്യുന്നില്ല, പകരം നമ്മൾ എന്താ ഫീഡ് ചെയ്യുന്നത്? എൻ്റർടൈൻമെൻറ്റ് ഇഷ്ടം പോലെ. സോഷ്യൽ മീഡിയ ഫോർ എക്സാമ്പിൾ, അല്ലേ? സമൂഹ മാധ്യമങ്ങൾ നമുക്കറിയാമല്ലോ. അടുത്തത് എൻലെസ് സ്ക്രോളിങ്. സത്യം പറഞ്ഞാൽ ശരിക്കും സ്വർഗത്തിൽ പോയാലും ഒരിക്കലും കാർട്ടൂൺ ഞാൻ കണ്ടു, സ്വർഗത്തിൽ പോയിട്ട് ഒരുത്തൻ ഇങ്ങനെ നടക്കുന്നു. അവിടെ ഒരു ദൂതൻ പറഞ്ഞു, എന്തടേ? അപ്പോൾ ആരോ പറഞ്ഞു, ഇവൻ ഭൂമിയിൽ എപ്പോഴും ഇങ്ങനെ ഞോണ്ടി ഇരുന്ന് കാരണം ഇവന് മോളിൽ വന്നിട്ട് മറ്റേ സാധനം കയ്യില്ലാത്തതുകൊണ്ട് ഇവനാകെ ഡിപ്രഷനാണ്. ഇവൻ സ്വർഗത്തിൽ വന്നിട്ട് ഒരു സന്തോഷമില്ല. കാര്യം ഞോണ്ടാനല്ല തോണ്ടാൻ, അല്ലേ? സ്ക്രോളിങ് പറ്റുന്നില്ല, അതാ വലിയ പ്രശ്നം, അല്ലേ? എൻഡ്ലെസ് സ്ക്രോളിങ്. അടുത്ത വേൾഡ്ലി എൻ്റർടൈൻമെൻറ്റ്. അടുത്ത കോൺസ്റ്റൻറ്റ് നോയ്സ്, നിരന്തര ശബ്ദമല്ല. ഇവിടെ ഉള്ളു ഇപ്പോൾ ഒരു ശബ്ദവുമില്ല, എൻ്റെ ശബ്ദമല്ല ഒരു ശബ്ദവുമില്ല. നേരത്തെ സംസാരിച്ച് ജവിബ്രദറിനും ശബ്ദവുമില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ശബ്ദം കുറച്ചുകൂടെ തരാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അൺഹെൽത്തി ഡിസ്ട്രാക്ഷൻസ്, അല്ലേ? ഒട്ടും ആരോഗ്യകരമല്ലാത്ത ഒത്തിരി ഡിസ്ട്രാക്ഷൻസിൻ്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് ഇന്ന് ഒരുപാട് വിശ്വാസികളെ എന്ത് ചെയ്തു? ആത്മീയമായിട്ടങ്ങ് ഒത്തിരി ബലഹീനമാക്കി കഴിഞ്ഞു. പീപ്പിൾ ഹാവ് ടൈം ഫോർ എവറിത്തിങ് ആൻഡ് എവ്രി വൺ എക്സെപ്റ്റ് ഗോഡ്. ശരിയല്ലേ? നമുക്കിന്ന് എല്ലാവർക്കും നമുക്ക് സമയം കൊടുക്കാനുണ്ട്. പക്ഷേ എന്തിനൊഴികെ ദൈവത്തിന് കൊടുക്കാൻ നമുക്ക് സമയം ഇല്ല. They can spend 5 hours online but struggle to pray for 10 minutes. 5 മണിക്ക് ഇപ്പോൾ ഇന്നലെ അർജൻറ്റീന കളി, ആരാ ജയിച്ചേ? ഒരു പ്രശ്നമില്ല, നല്ല കളി കാണാൻ, അല്ലേ? രാത്രി എത്ര നേരം വേണമെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ ഇരിക്കാൻ പറ്റും. പക്ഷേ 10 മിനിറ്റ് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അതും ഒട്ടും ക്ഷീണമില്ലാതെ നമുക്ക് ഓൺലൈൻ ഇരിക്കാൻ പറ്റും. അതാണ് രസം. നമുക്ക് ഒരു ക്ഷീണമില്ലാതെ നിങ്ങൾക്ക് ഓൺലൈനിൽ ഇരിക്കാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ സ്പിരിച്വലി വീക്ക് ആണെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. അതാണ് ഏറ്റവും നല്ല തെളിവ്. മത്തായി 26-ാം അധ്യായം 41-ാം വാക്യം എന്താ പറഞ്ഞതറിയോ? മാത്യു ചാപ്റ്റർ 26 വേഴ്സ് 41. അവിടെ യേശു തൻ്റെ ഒടുവിൽ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പീൻ. എന്നിട്ട് ആത്മാവ് ഒരുക്കമുള്ളത്, the spirit indeed is willing,
ജഡമോ But the ബലഹീനമത്രേ. flesh is weak. നമ്മുടെ അകത്തെ ആത്മാവ് ഒരുക്കമുള്ളതാ, പക്ഷേ എൻ്റെ ജഡം ബലഹീനമാണ്, എൻ്റെ ശരീരം ബലഹീനമാണ്, എൻ്റെ ദേഹിയും ബലഹീനം തന്നെയാണ്. എൻ്റെ ദേഹിക്കൊരു ബലഹീനത, എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം എനിക്ക് വേണം, എൻ്റെ ജഡത്തിന് വേണ്ടുന്നതെല്ലാം എനിക്ക് കിട്ടണം. പിന്നെ ഞാൻ ആരാണെന്നുള്ള ഇച്ചിരി അഹങ്കാരം. ഇപ്പോഴൊരു പുതിയ വാക്കുണ്ട്, ഇച്ചിരി സ്വകാര്യ അഹങ്കാരം ഉണ്ടെന്ന്. ഈ സ്വകാര്യ അഹങ്കാരം ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് വിശ്വാസികൾക്കാണ്. സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ മതി, എന്തുമാത്രം കുറ്റവും അന്യോന്യം പറയുന്നത്. ഞാൻ മാത്രം വിശുദ്ധൻ, നിങ്ങളാരും വിശുദ്ധരല്ല, അല്ലേ? ഇതൊക്കെ വരുന്നത് നമ്മുടെ ജഡത്തിൽ നിന്നാണ്, പ്രിയപ്പെട്ടവരെ. അപ്പം ഇഫ് യു ആർ ലിവിങ് എ ഡിസ്ട്രാക്റ്റഡ് സ്പിരിച്വൽ ലൈഫ്, ഇവഞ്ച്വലി യു വിൽ ബിക്കം എ വീക്ക് സ്പിരിച്വൽ പേഴ്സൺ. ഹൗ എത്രത്തോളം നമുക്ക് ഏകാഗ്രതയുണ്ട് അതൊന്ന് ചെക്ക് ചെയ്യുന്നോളാം, അല്ലേ? ഇന്നത്തെ പുതിയ ഈ സൈക്കോളജിയിലൊക്കെ പറയുന്നത് ഒരു കുട്ടികൾക്ക് ഇത്ര മിനിറ്റിൽ കൂടുതൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ? ഒരു പ്രസംഗം 20 മിനിറ്റിൽ കൂടുതലൊന്നും പറ്റത്തില്ല എന്നാണ് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം നിങ്ങൾ തന്നെ പറ, ഒരു 10 മിനിറ്റൊക്കെ ഒരു പ്രസംഗം സഹിക്കാൻ പറ്റുമോ, അല്ലേ? ഇപ്പം തന്നെ ദാണ്ട് ഇതെല്ലാം കേട്ടിട്ടും ചിലരൊക്കെ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട് കഴിഞ്ഞു, അല്ലേ? ഞാനത് ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ ഓൺലൈനിൽ കേൾക്കുന്നവർ എന്നോട് ചോദിക്കാറുണ്ട്, വല്ലതൊക്കെ വെച്ച് കാടുമ്പോൾ, നിങ്ങളുടെ അവിടെ ഇരിക്കുന്നവർ ഉറങ്ങുകയൊക്കെ ചെയ്യും, അതെങ്ങനെ ഉറങ്ങുന്നു പാസ്റ്ററേ, ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ. അതാണൊരു സുഖം, മുന്നേ ഇരുന്ന് ഉറങ്ങുന്നതാണ്. അപ്പം നിങ്ങൾ അത്രയ്ക്ക് നിങ്ങൾ വീക്കാണ്. ഓൺലൈനിൽ ഇരിക്കുന്നവർ ഇപ്പോൾ ഉറങ്ങുന്നില്ല, മുന്നേ ഇരിക്കുന്നവർ സുഖമായിട്ട്, പക്ഷെ അവർ എ സിയിലല്ലായിരിക്കും ഇരിക്കുന്നത്, അതുകൊണ്ടാണ്. ഇപ്പം മനസ്സിലായി. അപ്പം 4-ാമത്തെ കാരണം എന്തായിരുന്നു? സ്പിരിച്വൽ ഡിസ്ട്രാക്ഷൻ. കാരണം നമ്മുടെ ലോകം ഇന്ന് അങ്ങനത്തെ ലോകമാണ്, നമ്മളെ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്റ്റ് ചെയ്യുന്നൊരു ലോകമാണ്. അവിടെയാണ് നമ്മൾ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത എന്ത് ചെയ്യണം, നമ്മൾ മുറുകെ പിടിക്കണം, പ്രിയപ്പെട്ടവരെ. 5-ാമത്തെ റീസൺ, ഞാൻ ഓടി അങ്ങ് പോവാം. 5-ാമത്തെ റീസൺ എന്താണെന്നറിയാമോ? വൈ ആർ ക്രിസ്ത്യൻസ് വീക്ക്? കാരണം അനദർ റീസൺ ഈസ് ഇമോഷണൽ ക്രിസ്ത്യാനിറ്റി വിത്തൗട്ട് സ്പിരിച്വൽ ഡിസിപ്ലിൻ. എന്താണ്? വെറും വൈകാരികമായ ഒരു ക്രിസ്ത്യാനിത്വമാണ് നമ്മൾ നയിക്കുന്നത്. നമുക്കെന്തില്ല? ആത്മീയമായ യാതൊരു ഡിസിപ്ലിൻ, ഒരു ശിക്ഷണം നമുക്കില്ല, അല്ല? ഇന്നത്തെ തലമുറയെ നോക്കിയാൽ ഈ ഡിസിപ്ലിൻ വളരെ കുറവാണ്, അല്ല? ഡിസിപ്ലിൻ നമ്മുടെയൊക്കെ തന്നെ ജീവിതം എടുത്ത് നോക്കിയാൽ അറിയാം, ഒത്തിരി ഡിസിപ്ലിൻ നമ്മുടെ അപ്പനമ്മമാരിങ്ങനെ അല്ലായിരുന്നു. അതിലൊരു തലമുറ പുറകോട്ട് നോക്കി അവരങ്ങനെ, അവർ നല്ല വെളുപ്പം കാലത്ത് എന്ത് ചെയ്യും? എഴുന്നേൽക്കും. അവരവരുടെ ദിനചര്യയൊക്കെ കഴിഞ്ഞ് എന്ത് ചെയ്യും? അവരധ്വാനിക്കും, അല്ലേ? അവർ പോയിട്ട് എല്ലാ കാര്യങ്ങളും, രാത്രി തിരിച്ച് വീട്ടിൽ വന്നാലും അവരെന്തൊക്കെ ചെയ്യുമോ എന്നുള്ള കാര്യം ഓർത്ത് നോക്കിയേ. അവർക്ക് വീട്ടിൽ വന്ന് എല്ലാവരെയും കൂട്ടിയിരുത്തൊരു കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു, അല്ലേ? നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഒരു 10 മണിക്കകത്ത് ഉറങ്ങുന്നവർ, 10 മണിക്കകത്ത് ഉറങ്ങുന്നവരെന്ന് കൈവക്കിക്കേ. അപ്പോൾ എൻ്റെ ചോദ്യം, 10 മണി, ദൈവമേ, സഭയ്ക്കുള്ളിലായതുകൊണ്ട് ആരും കള്ളം പറയുന്നില്ല. ഒരു 10% 10 മണി കഴിഞ്ഞ് 10 മണിക്കകത്ത് ഉറങ്ങുന്നുള്ളൂ. 10 മണിക്കകത്ത് ഇറങ്ങുന്നത് പാപമല്ല, അത് നല്ല കാര്യമാണ്, അത് നല്ലൊരു ഡിസിപ്ലിനാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ 10 മണി കഴിഞ്ഞിട്ട് നിങ്ങളൊക്കെ എന്തുവാ ചെയ്യുന്നത്? ചിലർ 11 മണി 12 മണി 1 മണിയൊക്കെ ആകുമ്പോഴാണ് ഫോർവേഡ്, എവിടെ നിന്നെങ്കിലും കിട്ടിയ ഒരു സാധനം എടുത്ത്, അത് 101-ാമത്തെ പ്രാവശ്യമായിരിക്കും നമുക്ക് വരുന്നത്. ഇപ്പം കിട്ടിയതെന്ന പോലെയാണ് ഈ അങ്ങോട്ട് അയക്കുന്നത്, അല്ലേ? സത്യം പറഞ്ഞാൽ എന്തിനായി മറ്റുള്ളവരെ കൂടെ ഉണർത്തുന്നത്? നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ കാര്യം. എന്തിനാണ്? വൈ ഷുഡ് ബി അവേക്ക് ആൻഡ് സെൻഡിങ് ഫോർവേഡ്സ് ടു മെനി, അല്ലേ? ഈ വാട്സാപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇടുമ്പം അറിയാം, ഇതാരൊക്കെ കണ്ടെന്ന് മാത്രമല്ല, അവർ എത്ര മണിക്ക് കണ്ടെന്നും അറിയാം. അതിശയം തോന്നും. 1 മണി 2 മണി 3 മണി 4 മണി, ഇവരെന്താ നൈറ്റ് ഡ്യൂട്ടിയോ? ഇപ്പം മനസ്സിലായോ നിങ്ങളുടെ ഡിസിപ്ലിൻ? ഞാനതൊക്കെ തുറന്നു പറയുക, പ്രിയപ്പെട്ടവരെ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, എങ്ങനെ പേര് ഞാൻ മറന്നു, പഴയ ഒരാളുണ്ടായിരുന്നു. ഹു വാസ് ദാറ്റ് മാൻ? ഹി വാസ് എ വെരി ഡിസിപ്ലിൻ മാൻ. ചർച്ചിലായിരുന്നു തോന്നുന്നു. അങ്ങനെ എത്ര വലിയ യുദ്ധസമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ വാർ റൂമിൽ നിന്ന് സംസാരിക്കുമ്പം 8 മണി 9 മണിയാകുമ്പോൾ, ഓക്കെ ബോയ്സ്, ഓക്കെ ഗുഡ് ബോയ്സ് ഗോ ടു ബെഡ് ഏർലി എന്നിട്ട് എന്ത് ചെയ്യും? പുള്ളി ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് കിടക്കാൻ പോകും. ബാക്കിയുള്ളവർ അവിടെ ഇരിക്കും. പ്രധാനമന്ത്രി പോയി ഉറങ്ങിക്കഴിഞ്ഞു. അങ്ങനെയായിരുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് 9 മണിക്ക് പോയി ഉറങ്ങാമെങ്കിൽ ഈ പറഞ്ഞ നിങ്ങളെവിടുത്തെ പ്രധാനമന്ത്രിയാണ് പറഞ്ഞേ, അല്ലേ? ഞാനൊരു കാര്യം പറയാം, കുറച്ച് ഡിസിപ്ലിൻ നമുക്ക് മടങ്ങി വരണം പ്രിയപ്പെട്ടവരെ. 11 മണിയായാലും 12 മണിയായാലും ഈ പറഞ്ഞ സ്ഥിരം ഈ പറഞ്ഞ ഓൺലൈനിലും മറ്റും ഇരിക്കുന്നെങ്കിൽ എവിടെയോ ഒരു 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 ഒരു
ഇത് ഞാൻ പറഞ്ഞത് സ്പിരിച്വൽ ഡിസിപ്ലിൻ അല്ല, ശരിക്കും പറഞ്ഞാൽ അല്ലാതെ തന്നെ നമുക്ക് ഈ ഡിസിപ്ലിൻ ഇല്ല. ഇനി ഇന്നത്തെ വിശ്വാസികൾ നല്ലൊരു പങ്ക് ദേ ഡിപ്പെൻഡ് ഓൺ ഫീലിങ്സ്. എന്താണ്? അവരെപ്പോഴും ഈ ഫീലിങ്സിലാണ്. ഫീലിങ്സ് എന്താണ് മലയാളം? വികാരം, തോന്നലുകൾ എന്നൊക്കെ പറയാം. നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരിക്കലും ഫീലിങ്സിനാലല്ല. ഇറ്റ് ഈസ് ബൈ ഫെയ്ത്ത്, വിശ്വാസത്താല. ഇറ്റ്സ് നോട്ട് ബൈ സൈറ്റ് നോർ ബൈ ഫീലിങ്സ് ഓൾസോ, അല്ലേ? കാഴ്ചയാലല്ല, പക്ഷേ ഈ പറഞ്ഞ വികാരങ്ങൾ. ഇന്ന് ഒത്തിരി പേർക്ക് ഒരു വൈകാരിക ക്രിസ്ത്യാനിത്വമാണ് ഇഷ്ടം. ദേ പ്രേ വെൻ ദേ ഫീൽ ഇമോഷണൽ, അല്ലേ? അവർക്കൊരു വികാരം തോന്നുമ്പോൾ എന്ത് ചെയ്യും? അങ്ങ് പ്രാർത്ഥിക്കും. ഈ വികാരം തോന്നുമ്പോഴല്ല പ്രാർത്ഥിക്കേണ്ടത്. പ്രേ വിത്തൗട്ട് സീസിങ്, ഇടപെടാതെ പ്രാർത്ഥിപ്പിന്, എല്ലാറ്റിനായും സ്തോത്രം ചെയ്യുവിൻ, അല്ലേ? ദേ വിൽ ഓൺലി വർഷിപ്പ് വെൻ ദേ ഫീൽ ഇൻസ്പയർഡ്. പലപ്പോഴും പറയാറുണ്ട്, ഈ ആരാധിക്കണമെങ്കിൽ എന്ത് വരണം? എനിക്കൊരു ഇൻസ്പിറേഷൻ വരണം. ഇവിടുത്തെ ആരാധനയൊന്നും പോരാ ബ്രദറെ. എന്താണ്? ഒന്നുകൂടെയൊക്കെ ഒന്ന് കത്തിച്ചിരുന്നെങ്കിൽ ഞങ്ങളൊന്ന് ആരാധിച്ചേനെ. ഈ കത്തിച്ചു വിട്ട വല്ലവരും കത്തിച്ചു വിട്ടിട്ട് ആരാധിക്കുന്ന ആരാധനയെ അല്ല പ്രിയപ്പെട്ടവരെ. യു ഡോണ്ട് ഹാവ് ടു ഫീൽ ഇൻസ്പയർഡ് ടു വർഷിപ്പ്. ഇനി ഇവിടെ ഓർക്കണം, ദേ സ്റ്റഡി ദ സ്ക്രിപ്ചർ ഓൺലി വെൻ മോട്ടിവേറ്റഡ്. ഈ വചനം തുറന്ന് വായിക്കണമെങ്കിൽ പോലും, അല്ലെങ്കിൽ പഠിക്കണമെങ്കിൽ, ധ്യാനിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മോട്ടിവേറ്റ് ചെയ്യണം, അല്ലേ? ഒരു മോട്ടിവേഷൻ ഇല്ലാതെ നിങ്ങളിത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നെങ്കിൽ ദാറ്റ് ഷോസ് ദാറ്റ് യു ആർ എ സ്പിരിച്വലി സ്ട്രോങ് പേഴ്സൺ, അല്ലേ? നിങ്ങളൊരു ആത്മീയമായിട്ടൊരു ആരോഗ്യമുള്ള വ്യക്തിയാണെങ്കിൽ ആരും മോട്ടിവേറ്റ് ചെയ്യാതെ നിങ്ങൾ വചനം തുറന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടത് സ്പിരിച്വൽ മെച്യൂരിറ്റി ഈസ് നോട്ട് ബിൽറ്റ് ഓൺ ഇമോഷൻസ് അലോൺ. ഈ വികാരത്തിൽ മാത്രം നിങ്ങൾ ജീവിക്കരുത്. ഡിസിപ്ലിൻ, അച്ചടക്കം, ശിക്ഷണം, ഇത് വളരെ ആവശ്യമാണ്, അല്ലേ? ഈ നമ്മൾ കർത്താവിനെ അന്വേഷിക്കേണ്ടത് എപ്പോഴാണെന്നറിയാമോ? വെൻ യു ഫീൽ നോട്ട് ടു ഡു ഇറ്റ്. ചിലപ്പം എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, അപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്. എനിക്ക് ദൈവത്തെ സ്തുതിക്കാനൊന്നും തോന്നുന്നില്ല, ഓക്കെ, നമ്മൾ മനുഷ്യരാണ്. പക്ഷെ അപ്പോഴാണ് ദൈവത്തെ ഒന്ന് വായെടുത്തൊന്ന് സ്തുതിച്ചേ. ചിലപ്പോൾ സംടൈംസ് ഒക്കെ യു ഫീൽ ആംഗ്രി വിത്ത് ഗോഡ്, സംടൈംസ് യു ഫീൽ റിയലി പറയും, നമുക്ക് നമ്മോട് തന്നെ ദേഷ്യം വരുന്നു, ദൈവത്തോട് ദേഷ്യം വരുന്നു, എന്തുകൊണ്ട് എനിക്കിങ്ങനെ. അപ്പോൾ ദൈവത്തെ സ്തുതിക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നും നമ്മുടെ മനസ്സിൽ കൂടെ പോലും പോകത്തില്ല. പക്ഷേ അപ്പോഴൊന്ന് ബോധപൂർവ്വം, ഇഫ് യു ചൂസ് ടു സേ ലോർഡ് ഐ ഡോണ്ട് നോ വാട്ട് ദ ഹെൽ ഈസ് ഹാപ്പനിങ് ബട്ട് സ്റ്റിൽ ഐ ചൂസ് ടു പ്രൈസ് യു എന്ന് പറഞ്ഞാൽ അവിടെ ആരാ തോറ്റതെന്നറിയാമോ? പിശാച് തോറ്റു, അല്ലേ? പിശാച് തോറ്റു. ഇത് ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. ഇന്ന് ഒത്തിരി പേര് സ്ട്രഗിൾ ചെയ്യുന്നൊരു കാര്യം, ദേ ലവ് ഇൻസ്പിറേഷൻ ബട്ട് അവോയ്ഡ് ഡിസിപ്ലിൻ, അല്ലേ? അവർക്കൊത്തിരി ഇൻസ്പിറേഷൻ, അതിനുവേണ്ടി ആരെങ്കിലും ഒന്ന് എന്നെ ഇൻസ്പയർ ചെയ്യൂ, പക്ഷേ ഡിസിപ്ലിൻ ഇല്ല. ആരെങ്കിലും ഇങ്ങനെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞത് ഇറ്റ്സ് പാർട്ട് ഓഫ് അവർ സ്പിരിച്വൽ ഗ്രോത്ത്. നമ്മുടെ ആത്മീയ വളർച്ചയുടെ ഒരു ഭാഗമാണ് ഡിസിപ്ലിൻ. അത് വിട്ടുകളയരുത്. ഡിസിപ്ലിൻ ഞാൻ പറയുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോ. ഇതിന് നിങ്ങൾ ചിന്തിക്കുക, ഇതൊക്കെ പറയുന്നത് ശരിയാ, പക്ഷെ ഹൗ, എങ്ങനെ? നമുക്ക് ഈ ഡിസിപ്ലിൻ ഇല്ലാതെ പോയതിന് ഒരു കാരണം ഇറ്റ്സ് അവർ ലാക്ക് ഓഫ് ഫാസ്റ്റിംഗ് ആൻഡ് സെൽഫ് ഡിനയൽ. എന്താണ്? ഉപവാസത്തിൻ്റെ കുറവും. ബാക്കി എന്താണ്? നമ്മളെ തന്നെ ത്യജിക്കാൻ നമുക്ക് പലപ്പോഴും കഴിക്കുന്നില്ല. ഇന്നത്തെ പുതിയ സഭകളൊക്കെ നമ്മൾ എംഫസൈസ് ചെയ്യുന്നൊരു കാര്യം എന്താണെന്നറിയാമോ? ദേ എംഫസൈസ് കംഫർട്ട് മോർ ദാൻ സാക്രിഫൈസ്. എന്താണ്? ഇന്നെല്ലാവരും കംഫർട്ടാണ് പറയുന്നത്, കംഫർട്ടബിൾ ക്രിസ്ത്യാനിറ്റി. നല്ല സൗകര്യവും നല്ല ഒന്നും നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ട. ജസ്റ്റ് ബി കംഫർട്ടബിൾ, വിൽ മേക്ക് യു കംഫർട്ടബിൾ, വിൽ മേക്ക് യു കംഫർട്ടബിൾ. ഒരു സാക്രിഫൈസും ഒരു ത്യാഗവും നമ്മളിന്ന് ചോദിക്കുന്നില്ല. ഇതാണ് ഇന്നത്തെ സഭയുടെ ഏറ്റവും വലിയ കഷ്ടം. പക്ഷേ വേദപുസ്തകത്തിൽ നമ്മൾ ഈ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പം അതെന്തിനോട് ചേർന്നൊക്കെ നമ്മൾ കാണുന്നതെന്ന് അറിയാമോ? ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് വാസ് കണക്റ്റഡ് ടു സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി. ഒരാൾ ഉപവാസത്തിലിരിക്കുകയാണെങ്കിൽ അയാൾ ആത്മീയമായിട്ട് വളരെ സെൻസിറ്റീവായിട്ടായി. ശരിയാണോ? നിങ്ങൾ ഉപവസിച്ചിരിക്കുമ്പോഴാണ് നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആകുന്നത്. പക്ഷേ നിങ്ങൾ പ്രശ്നം, ഒരു നേരം ഭക്ഷണം ഒന്ന് ലേറ്റ് ആകുമ്പോൾ തന്നെ വയറ് സെൻസിറ്റീവ് ആവും. അപ്പോഴേ നമ്മളെന്ത് ചെയ്യും? എനിക്കിവിടെ സെൻസിറ്റീവായി, ഇനി പെട്ടെന്ന് എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഓവർ സെൻസിറ്റീവ് ആവും. നമ്മളെന്ത് ചെയ്യും? ഭക്ഷണം വെടിയുമ്പം എൻ്റെ പുറത്തെ കാര്യമല്ല, അകത്ത് ഞാൻ സെൻസിറ്റീവ്, സ്പിരിച്വലി ഐ ബിക്കം സെൻസിറ്റീവ്. പിന്നെ ഫാസ്റ്റിംഗ് ഇറ്റ് ആക്ച്വലി പ്രൊഡ്യൂസസ് ഹ്യൂമിലിറ്റി. എനിക്ക് താഴ്മ വരും പ്രിയപ്പെട്ടവരെ. ഞാൻ ഉപവാസത്താൽ
ആത്മതമനം ചെയ്തു. ഐ ഹംബിൾ മൈസെൽഫ് വിത്ത് ഫാസ്റ്റിംഗ് എന്നാണ് ബൈബിളിൽ വാക്യം നമ്മൾ കാണുന്നത്. അടുത്തത് ഫാസ്റ്റിംഗ്. ഇറ്റ് ഹെൽപ്സ് യു ടു സ്റ്റേ ഫോക്കസ്ഡ്. എനിക്കൊരു ഫോക്കസില്ല, എന്താ ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല, എനിക്ക് എന്നോട് പലരും പറയാൻ എനിക്ക് അറിയത്തില്ല പക്ഷേ എൻ്റെ കാര്യം ഇങ്ങനെ, എനിക്കിപ്പോൾ ഏതെടുക്കണം, ഏത് ചെയ്യണം, എന്ത് ചെയ്യണം ഒന്നും പിടിയില്ല, ഞാൻ ആകെ ഡിസ്ട്രാക്റ്റഡാ. ഫാസ്റ്റിംഗ് ഈസ് എ ഗുഡ് ടൂൾ. ഫാസ്റ്റിംഗ് ഈസ് എ ഗുഡ് മീൻസ് ടു ഗെറ്റ് ഫോക്കസ്ഡ്, അല്ലേ? എന്താണ് ഞാൻ ഇനി ചെയ്യേണ്ടത്, ഞങ്ങളിനി കുടുംബമായിട്ട് എന്ത് ചെയ്യണം എന്നൊക്കെ ചിലപ്പോൾ ചില ക്രോസ് റോഡ്സിൽ വന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദ ലോർഡ് ഈസ് സ്പീക്കിംഗ് ടു യു. ട്രൈ ഫാസ്റ്റിംഗ്. Try fasting. Your life will be focused. Your future from hereafter will be focused. ഇനി അടുത്തത്, ഫാസ്റ്റിംഗ് ഡെഫിനറ്റ്ലി വിൽ സ്ട്രെങ്തൻ യു. എന്താണ്? ഞാൻ ശക്തിപ്പെടും. ചിലർ പറയാറുണ്ട് ഫാസ്റ്റിംഗ് എടുത്തിട്ട് ഇപ്പോൾ 6 കിലോ കുറഞ്ഞ്. ചിലർ ഫാസ്റ്റിംഗ് എടുക്കുന്ന അതിന് വേണ്ടിയാണ്. ഇപ്പോൾ ഒത്തിരി പേര് അല്ലാതെ തന്നെ പലതരം ഫാസ്റ്റിംഗ് ഒക്കെ അല്ലേ. എന്താണ് കീറ്റോ ഡയറ്റ്, പിന്നെ എന്തൊക്കെയാണ്, അയ്യോ പണ്ട് കന്നുകാലി ചെയ്യുന്ന എല്ലാ സാധനവും ഇപ്പം മനുഷ്യൻ സൂപ്പർ സ്റ്റോറിൽ പോയി മേടിച്ചാണ് കഴിക്കുന്നത്, അല്ലേ? ഇപ്പം ആർക്ക് വേണം മറ്റേ എന്താ മട്ട റൈസും ആർക്ക് വേണം, അതൊന്നും ഇപ്പം ആർക്കും വേണ്ട. ഇപ്പം മറ്റേ തത്തയ്ക്ക് കൊണ്ട് ഇട്ട് കൊടുത്ത തെന, പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ജോബിൻ്റെ വീട്ടിൽ പോയപ്പം പരുത്തിക്കുരു, പരുത്തി പിണ്ണാക്ക്, എള്ളും പിണ്ണാക്ക്, ഈ സാധനങ്ങളൊക്കെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവിടെ കണ്ടു, അവരുടെ കടയിലുണ്ട്. അപ്പോൾ ഞാനൊരു പിണ്ണാക്കിൻ്റെ ഒരു പീസ് എടുത്ത് വെച്ചപ്പോൾ ഒന്നാന്തരം ഫൈബർ. ഇതിനെ ഒന്ന് വെള്ളത്തിയിട്ട് സോക്ക് ചെയ്ത് മിക്സിയിലിട്ട് അടിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഫൈബർ ഡയറ്റ്. പഴയ പിണ്ണാക്കാണ് സാധനം. ഇതിനെയൊക്കെ ഓരോ അമേരിക്കൻ കമ്പനികൾ ഓരോ പേരിട്ട് കൊണ്ടുവന്ന് നിങ്ങളുടെ പൈസ മേടിക്കുക. അതുകൊണ്ട് ജോബിൻ്റെ കടയിൽ പോയി കുറേ പിണ്ണാക്ക് വാങ്ങിച്ചു പോയി. തുറന്നു പറയുക, സത്യം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ, അല്ലേ? നമുക്ക് ശരിക്കും പറഞ്ഞാൽ വി നീഡ് സ്ട്രെങ്ത്. പക്ഷേ ഫാസ്റ്റിംഗ് ഈസ് വൺ വേ ഓഫ് ഗെറ്റിംഗ് സ്ട്രെങ്തൻഡ്. അതൊന്നും മറക്കരുത് പ്രിയപ്പെട്ടവരെ. ശരി, ഇനി ഫാസ്റ്റിങ്ങിൽ ചെയ്യുന്ന മറ്റു ചില ഗുണം കൂടെ ഉണ്ട്. ഇറ്റ് വീക്കൻസ് മൈ ഫ്ലഷ്ലി കൺട്രോൾ. എൻ്റെ ജഡത്തെ എന്ത് ചെയ്യും, എനിക്കൊന്ന് പിടിച്ചടക്കാൻ ഫാസ്റ്റിംഗ് കൊണ്ട് കഴിയും. എൻ്റെ ജഡം സമ്മതിക്കത്തില്ല. ഞാൻ ഫാസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുമ്പോഴേ ജഡം പിണങ്ങി തുടങ്ങും, ആകെ പ്രൊട്ടസ്റ്റാവും. അങ്ങോട്ട് ഫാസ്റ്റിംഗ് തുടങ്ങുമ്പം എൻ്റെ ജഡം ഇല്ലാത്ത ടാൻട്രംസ് എല്ലാം കാണിക്കും. പക്ഷേ ആദ്യത്തെ ആ ഒരു സാധനം നിങ്ങളൊന്ന് ഓവർകം ചെയ്താണല്ലോ, പിന്നെ യു വിൽ സ്റ്റാർട്ട് എൻജോയിങ് ഫാസ്റ്റിംഗ്. ട്രൈ ദാറ്റ്, അല്ലേ? ഇന്ന് ഒത്തിരി പേർക്ക് സ്പിരിച്വൽ അതോറിറ്റി വേണം, പക്ഷേ യു ആർ ലിവിങ് കംപ്ലീറ്റ്ലി കൺട്രോൾഡ് ബൈ ഫ്ലഷ്ലി ഡിസൈർസ്. ജഡത്തിൻ്റെ മോഹങ്ങളെ അനുസരിച്ച് നടന്നാൽ ആത്മീയമായി ഒരു ശക്തിയും നമുക്കുണ്ടാകത്തില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഗലാത്യർ 5:17, ഗലേഷ്യൻസ് 5:17 എന്താ പറയുന്നത്? ഗലാത്യർ 5:17, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. കേട്ടോ, ഇത് തമ്മിൽ ചേരത്തില്ല. എന്തൊക്കെയാ? ജഡത്തിൻ്റെ അഭിലാഷം, 2 ആത്മാവിൻ്റെ അഭിലാഷം. ഇത് രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മൾ പറയുന്നത് പറ്റുമല്ലോ, അതെങ്ങനെ? അങ്ങനെയല്ലേ ഞാൻ പോകുന്നത്. 50-50, 50% ജഡം, 50% ആത്മാവ്. പറ്റുമോ? നമ്മൾ തെളിയിക്കുക പറ്റുമെന്ന്. പറ്റത്തില്ല. ബൈബിള് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, അല്ലേ? അത് രണ്ടും പ്രതികൂലമാണെന്ന് പറഞ്ഞാൽ പ്രതികൂലമാണ്. അത് എങ്ങും ചേർന്ന് പോകത്തില്ല പ്രിയപ്പെട്ടവരെ. അപ്പം ഇഫ് ദ ഫ്ലഷ് കോൺസ്റ്റൻ്റ്ലി ഡോമിനേറ്റ് യുവർ ലൈഫ്, സ്പിരിച്വൽ സ്ട്രെങ്ത് വിൽ ഡിക്രീസ്. ആത്മബലം കുറഞ്ഞു പോത്തേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. ശരി, ഏറ്റവും ഒടുവിൽ 6ാമത്തെ കാര്യം. ഇപ്പം നമ്മൾ എന്താ പറഞ്ഞത്? spiritually weak. Why? Emotional Christianity without spiritual discipline. അടുത്തത് 6ാമത്തെ കാര്യം. Why are you weak spiritually? Because isolation from genuine fellowship. എന്താണ്? കൂട്ടായ്മയ്ക്ക് വരാത്തത് കൊണ്ട് മാത്രമല്ല, പള്ളി കാണാത്തതുകൊണ്ട് മാത്രമല്ല, ജെനുവിൻ ക്രിസ്ത്യൻ ഫെലോഷിപ്പ്. അതിൻ്റെ അർത്ഥം നമുക്ക് ഈ ഫെലോഷിപ്പ് കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഉടൻ പെന്തിക്കോസ്തുകാർ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ സഭായോഗം. ഇപ്പം ഞായറാഴ്ച സഭായോഗത്തിന് വന്ന് ഇവിടെ കൃത്യം വരവ് വെച്ചിരിക്കണം. സഭായോഗം മുടക്കല്ലേ?
ഈ സഭായോഗത്തിൽ വന്ന ഫെലോഷിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അന്യോന്യം കൈ കൊടുക്കുന്നുണ്ട്, ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് തിരിച്ച് പോകുന്നു, അതൊക്കെ ശരി. ആ ഫെലോഷിപ്പ് മാത്രമല്ല, ഞാൻ ശരിക്കും ജെന്യുവിൻ ഫെലോഷിപ്പ് എന്താണെന്ന് പറയാം. ഈ ജെന്യുവിൻ ഫെലോഷിപ്പിൽ ദ വിൽ ബി ഹെൽത്തി സ്പിരിച്വൽ അക്കൗണ്ടബിലിറ്റി. എന്താണ്? ഒരു ശരിയായ കൂട്ടായ്മയിൽ എന്താണ്? ആരോഗ്യകരമായ ഒരു അന്യോന്യം ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. ഒരാളെ കണ്ടില്ലെങ്കിൽ എന്തു പറ്റി? ഞാൻ കുറേ ആളോട് ചോദിക്കണമെന്ന് വിചാരിച്ചു. ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ചപ്പം സിസ്റ്ററിൻ്റെ മോഹം എൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ മനസ്സിൽ വന്നു. ഹൗ ആർ യു ഡൂയിങ് സിസ്റ്റർ? ക്യാൻ ഐ കം ഹോം? അതെന്താ കാണിക്കുന്നത്? ഇറ്റ് ഷോസ് അക്കൗണ്ടബിലിറ്റി. ഈ ദിവസങ്ങൾ അങ്ങനെയുള്ള ചില അക്കൗണ്ടബിലിറ്റി, ചില കാര്യങ്ങളൊക്കെ ഞാൻ ചില മിനിസ്ട്രിയിലൊക്കെ ഞാൻ കാണുന്നു, ചില സാക്ഷ്യങ്ങൾ ഞാനും കേട്ടു. അതിനായിട്ട് സ്തോത്രം. അങ്ങനെ ഒരു അക്കൗണ്ടബിലിറ്റി നമ്മൾ കീപ്പ് ചെയ്യണം പ്രിയപ്പെട്ടവരെ. ഇനി നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് നമ്മൾ ചിലത് പഠിക്കാൻ ഒരു കൂട്ടായ്മയിലൂടെ പഠിക്കത്തുള്ളൂ. ഈ പുൽപ്പറ്റി എന്നുള്ള പ്രസംഗം കൊണ്ട് മാത്രമല്ല, ബന്ധങ്ങളിൽ നിന്ന് നമ്മൾ ഒത്തിരി പഠിക്കും. എത്ര പേർക്ക് മനസ്സിലായി? എൻ്റെ ചോദ്യം, ഡു യു ലേൺ എനിത്തിങ് ഫ്രം എ ഫെലോഷിപ്പ് വിത്ത് സമ്മൺ? ഒരു ജെനുവിൻ ഹെൽത്തി ഫെലോഷിപ്പിലൂടെ ആർ യു ലേണിംഗ് സംതിങ്? ഇഫ് യു ആർ ലേണിംഗ് സംതിങ്, ഡെഫിനറ്റ്ലി യു വിൽ ബി ഗ്രോയിങ്. നിങ്ങൾ വളരും. ഇനി നോട്ട് ഓൺലി യു ലേൺ ആൻഡ് ഗ്രോ, യു വിൽ ബി ഷാർപ്പനിങ് ഈച്ച് അതർ. നിങ്ങൾ അന്യോന്യം എന്ത് ചെയ്യും? മൂർച്ച കൂട്ടും. എങ്ങനെ? അരവും ചേരുമ്പം കിന്നരം. നിങ്ങളൊരരം, നിങ്ങളുടെ ഭർത്താവ് വേറൊരു അരവും. ഇത് രണ്ടും കൂടി ഇങ്ങനെ രാവി എന്താവും? ആദ്യമൊക്കെ ഇത് രാവുമ്പോൾ ഭയങ്കര സൗണ്ടായിരിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഈ സൗണ്ട് പതുക്കെ ഒന്ന് ട്യൂണ്ടായി പിന്നെ കിന്നരമാവും, അല്ലേ? ഇന്ന് നമുക്ക് ഈ റബ്ബ് ചെയ്യാൻ നമുക്ക് പേടിയാണ്. അതുകൊണ്ട് വി അവോയ്ഡ് പീപ്പിൾ. ഇപ്പം വലിയ പ്രശ്നമാണ്. ഒരു പണ്ടൊക്കെ നമുക്കൊരു വീട്ടിൽ ചെന്നാൽ കയറാം. ഇപ്പം അങ്ങനെ വിളിച്ച് കയറാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ നേരത്തേക്ക് വിളിച്ച് നമ്മുടെ UK പോലെയൊക്കെ ആയി. ക്യാൻ വി വിസിറ്റ് യു ടുനൈറ്റ്? ആർ യു ഓക്കെ? ഇപ്പം ഞാനും ഇപ്പം ശ്രദ്ധിച്ചിട്ടില്ലേ, വൈകിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ടൊന്ന് വരാമോ? ഇപ്പോഴോ? എവിടെ എത്തി? ഇല്ല വരാമോ എന്ന് ചോദിച്ചിട്ട്. പണ്ടൊക്കെയാണ് ഒരു വീട്ടിൽ ചെന്നാൽ അവിടെ ഒരു ഡിസിപ്ലിനുണ്ട്, വീടൊക്കെ വൃത്തിയായിട്ട് കിടക്കും. ഇപ്പോൾ ഒരു ഡിസിപ്ലിനും ഇല്ല. ശരിയല്ലേ? നിങ്ങളുടെ വീട്ടിൽ പെട്ടെന്നൊരു അതിഥി കയറി വന്നാൽ അവരെ കാണിക്കാൻ കൊള്ളാമോ? ഇപ്പം വീട് സൗകര്യമാരെ, അടുക്കള എങ്ങനെയുണ്ട്, ബാത്റൂമോ, മിറ്റം? ഡിസിപ്ലിൻ ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ്, അല്ലേ? ഞാനീ പറഞ്ഞു വരുന്നത്, വി ഷാർപ്പൻ ഈച്ച് അതർ. നമ്മൾ അന്യോന്യം റബ്ബ് ചെയ്യുമ്പോഴാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ ചില ഏരിയാസ് റബ്ബിങ് ദി ഷോൾഡേഴ്സ് എന്ന് പറയും. ചിലതൊക്കെ സ്മൂത്ത് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് നല്ല സാൻഡ് പേപ്പർ വെച്ച് പിടിച്ചാലേ അത് അവസാനം എന്താവും? നല്ല മിനുസമാവും. ഇതിന്ന് പലതും ഇങ്ങനെ എല്ലാ സാൻഡ് പേപ്പറും കെട്ടിക്കൊണ്ട് നടക്കുക. പക്ഷേ കൂട്ടായ്മ വരുമ്പോൾ ഈ സാൻഡ് പേപ്പറും ഒന്ന് റബ്ബ് ചെയ്യും. അപ്പോഴാണ് ഈ പറഞ്ഞാലും മിനുസം വരേണ്ടടുത്ത് ദൈവം മിനുസം കൊണ്ടുവരുന്നത്. പക്ഷേ ഇത് ആരുടെ കൂടെയാണ് നിങ്ങളതൊക്കെ ചെയ്യേണ്ടതെന്നറിയാം? വിത്ത് മെച്യൂർ ബിലീവേഴ്സ്. ചുമ്മാ എല്ലാവരും ചെന്ന് എന്താണ് ഒരസം പോരുത് കേട്ടോ. ജെനുവിനായിട്ടുള്ള വിശ്വാസികളുടെ കൂടെ നിങ്ങളൊന്ന് റബ്ബ് ചെയ്താൽ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി സോഫ്റ്റൻ യു. അതിന് സംശയമൊന്നും വേണ്ട. അതുകൊണ്ടാണ് എബ്രായലേഖനം 10-ാം അധ്യായം 25-ാം വാക്യത്തിൽ ഡു നോട്ട് ഫൊർഗെറ്റ് ദി അസംബ്ലി ഓഫ് സെയിൻസ്. വിശുദ്ധന്മാരുടെ വിശുദ്ധ സഭായോഗങ്ങളെ അലക്ഷ്യമായി വിചാരിക്കരുത്. അതിൻ്റെ അർത്ഥം ഞായറാഴ്ച കൃത്യം സർവീസിന് വരണമെന്നുള്ള അർത്ഥം മാത്രമല്ല, ഹാവ് എ ജെന്യുവിൻ ഫെലോഷിപ്പ് വിത്ത് മെച്യൂർ ബിലീവേഴ്സ്. പക്ഷേ എന്നും നമ്മളിങ്ങനെ മെച്യൂർ ബിലീവേഴ്സ് ആരും നോക്കി നടക്കാതെ യു യുവർസെൽഫ് ബിക്കം വൺ ആൻഡ് ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് മെച്യൂറിങ് ആണത്. മറ്റുള്ള ആളെ കൂടെ എന്ത് ചെയ്യണം? ഒന്ന് വളർത്തിയെടുക്കുന്ന ഒരു ശുശ്രൂഷയിലേക്ക് നിങ്ങൾ വരണം. ഇനി ഈ സ്പിരിച്വൽ ഗ്രോത്ത്, ആത്മീയമായിട്ട് എനിക്കൊരു വളർച്ച ഉണ്ടാവണമെങ്കിൽ അത് എന്തിലൂടെയൊക്കെ നടക്കുമെന്ന് ചോദിച്ചാൽ ഇപ്പം പറഞ്ഞ പോലെ ഹെൽത്തി ഫെലോഷിപ്പ്, നല്ല ആരോഗ്യകരമായ കൂട്ടായ്മ ബന്ധങ്ങൾ വേണം. അടുത്തത് ത്രൂ എൻകറേജ്മെൻറ്റ്. നമ്മളൊരു സഭയിൽ ഒരുമിച്ച് വരുമ്പം ഡു യു എൻകറേജ് സമ്മൺ? ഇതെനിക്ക് സത്യം പറയട്ടെ, സഭയിൽ വരുന്ന ഒത്തിരി പേര് ദേ കം ടു ബി എൻകറേജ്. ഇന്ന് വരണ്ടാന്ന് വിചാരിച്ചാണ്, എന്നാലും ഞാൻ പിന്നെ ഇങ്ങ് വന്ന്. കാരണം വീട്ടിൽ ഇരുന്നാൽ എനിക്ക് അതും ഇതൊക്കെ ചിന്തിച്ച് ഞാനങ്ങ് ഡൗൺ ആവും. അപ്പം പിന്നെ ആലോചിച്ചു എന്തായാലും കുളിച്ച് ഒരുങ്ങി അങ്ങ് വരാമെന്ന് വിചാരിച്ചു.
വരുമ്പം വന്ന് വചനമൊക്കെ കേട്ട് ഒക്കെ എല്ലാവരെയൊക്കെ ഒന്ന് കാണുമ്പോൾ ഒരു സന്തോഷവും ഒരു എൻകറേജ്മെൻറ്റ്. അത് കേൾക്കാൻ കൊള്ളാം, ഞാനീ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ആ എൻകറേജ്മെൻറ്റ് പടി ഇറങ്ങി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും തീരുകയും ചെയ്യും. അല്ല, പക്ഷെ ജെനുവിൻ ഫെലോഷിപ്പിലൂടെ ഉള്ളൊരു എൻകറേജ്മെൻ്റ് ഉണ്ട് പ്രിയപ്പെട്ടവരെ. ഇനി എൻകറേജ്മെൻറ്റ് മാത്രമല്ല, ജെനുവിൻ ഫെലോഷിപ്പിൽ കൂടെ മറ്റൊരു കാര്യം കൂടെ നടക്കും. എന്താണെന്നറിയാമോ? കറക്ഷൻ ഹാപ്പൻസ്. ചിലപ്പോൾ നമ്മളെ എന്ത് ചെയ്യും? തിരുത്തും. നിങ്ങളെ ആരെങ്കിലും തിരുത്തുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? നമുക്കിഷ്ടമല്ല. പ്രത്യേകിച്ച് ഈ ആത്മീയ വിഷയങ്ങൾ ആരെങ്കിലും തിരുത്തിയാൽ നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. അല്ലാത്ത പിന്നെയും സഹിക്കും. പോലീസുകാരൻ പിടിച്ച് നിർത്തിയിട്ട് സ്പീഡിലാണ്, പതുക്കെ പോകണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓ ശരി സാർ എന്ന് പറയും. അതിനൊരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ആരെങ്കിലും ആത്മീയമായിട്ടൊരു കാര്യം തിരുത്തി നോക്കിയേ, പിന്നെ അല്ലേ ഇവളാര് എന്നാ തിരുത്താൻ, ഇങ്ങനെ എന്ത് വിചാരിച്ച് അല്ലേ? അപ്പോൾ അതൊക്കെ അടുത്ത സഭ നമ്മൾ നോക്കും. അതാണ് പ്രശ്നം അല്ലേ? അങ്ങനല്ല. ശരിയായ കൂട്ടായ്മയിലൂടെയും അക്കൗണ്ടബിലിറ്റിയിലൂടെയും നമുക്ക് ചില തിരുത്തലുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് അക്കൗണ്ടബിലിറ്റി. എൻ്റെ ചോദ്യം, ഡു യു കീപ്പ് അക്കൗണ്ടബിലിറ്റി വിത്ത് എനി വൺ? ആരോടെങ്കിലും ഒരു ആത്മീയമായിട്ടൊരു അക്കൗണ്ടബിലിറ്റി കീപ്പ് ചെയ്യാറുണ്ടോ? ഇപ്പോൾ നിങ്ങളൊരു പാസ്റ്ററോടല്ല, വിത്ത് എനി വൺ. ആരോടെങ്കിലും ഇപ്പോൾ ക്ലസ്റ്റേഴ്സിൽ ഡു യു കീപ്പ് അക്കൗണ്ടബിലിറ്റി? നിങ്ങൾ ആരെങ്കിലും ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട്നേഴ്സ് എന്ന് ഞങ്ങൾ പഠിപ്പിക്കാറുണ്ട് പണ്ട്. യു ഷുഡ് ഹാവ് എൻ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ. അതായത് എന്തെങ്കിലും തുറന്ന് സംസാരിക്കാനും, ഒരാളെ പറഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അരുതാത്തത് കണ്ട എന്നെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള അനുവാദം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് മാസത്തിൽ ഒരിക്കലെങ്കിലും എന്നോട് ചോദിക്കണം. എന്ത് ചോദിക്കണം? ഇപ്പം ഭാര്യയായിട്ട് വഴക്കുവല്ലോ ഉണ്ടാ? ഇത് ചോദിക്കാൻ ഒരാൾക്ക് അനുവാദം കൊടുക്കണമെന്നേ അല്ലേ? നിങ്ങളുടെ രഹസ്യ ജീവിതം എങ്ങനെ ഇരിക്കുന്നു? ഇത് ചോദിക്കാൻ നമ്മൾ അനുവാദം കൊടുക്കാറുണ്ടോ? അങ്ങനെ ആരെങ്കിലും വന്ന് രഹസ്യ ജീവിതം എങ്ങനെ ഇരിക്കുന്നു? തീർന്നു. ഇവനാരുടെ രഹസ്യ ജീവിതം തിരക്കി വന്നിരിക്കുന്നു അല്ലേ? പക്ഷേ ദാറ്റ്സ് ആക്ച്വലി ഫെലോഷിപ്പ്. If we keep spiritual accountability, not only we will be corrected, we will be encouraged and we will have healthy fellowship. അക്കൗണ്ടബിലിറ്റി നമ്മൾ കീപ്പ് ചെയ്യണം. ഇന്നത്തെ ഏറ്റവും പ്രശ്നം എന്താണെന്നറിയാമോ? ഐസൊലേഷൻ. ആരുമായിട്ടും കൂട്ടുകൂടത്തില്ല, ആരുമായിട്ടും അടുക്കത്തില്ല, ആരുമായിട്ടും ഒരു അക്കൗണ്ടബിലിറ്റി കീപ്പ് ചെയ്യത്തില്ല അല്ലേ? തുടങ്ങിയതിന് ശേഷം വരും, കഴിയുന്നതിന് മുമ്പ് പോകും. അങ്ങനെ ചിലർ ഈ ചർച്ചിലും ഉണ്ട്. അവർ തുടങ്ങിയ ശേഷം വരും, കഴിയുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? പോയിരിക്കും. ഐസൊലേഷൻ ഓഫൺ വീക്കൺസ് ബിലീവേഴ്സ് സ്പിരിച്വലി. നമ്മളെ ആത്മീയമായിട്ട് നമ്മളെ ക്ഷീണിപ്പിക്കുന്ന ഒരു കാര്യം, ഞാനിങ്ങനെ ഒറ്റപ്പെട്ട് ഏകാന്തനായിട്ട് നടക്കരുത്. അത് വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്. ഇനി ചിലപ്പോഴെങ്കിലും എനിക്ക് ഫെലോഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞാൽ മാറി ഒഴിഞ്ഞ് നടക്കുന്നതിന് ഒരു കാരണം പ്രൈഡാണ്. എന്താണ് അത്? പ്രത്യേകിച്ച് സ്പിരിച്വൽ പ്രൈഡ്. എന്താണ്? എനിക്കങ്ങനെ ആരുടെയും കൂട്ടായ്മയൊന്നും വേണ്ട, ഞാൻ അവിടെ വരണ ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞാൽ അത് ഞാൻ വരില്ല, തീർന്നല്ല. ചുമ്മാ എന്നെ ആവശ്യമില്ല, എന്ത് ക്ലസ്റ്ററാണ്, അതിനൊന്നും എന്നെ വിളിക്കരുത്, എന്നെ കിട്ടൂല. ഞാൻ വേണേൽ ഞായറാഴ്ച വന്ന് ഇരുന്ന് തരും, വേണമെങ്കിൽ എന്തെങ്കിലും പറഞ്ഞോ ഞാൻ കേട്ടിട്ട് പോകാം, അല്ലാതെ വേറൊന്നിനും എന്നെ വിളിക്കരുത്. അങ്ങനെ പറയുന്നവർക്കൊന്ന് കൈപോക്കിക്കേ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഒത്തിരി പേര് അത് തന്നെയാണ് ചെയ്യുന്നത് അല്ലേ? ഞായറാഴ്ച ഉള്ള ഈ ഒരു കൂട്ടമല്ലാതെ മറ്റൊന്നിനും താല്പര്യമില്ലാത്ത ഒത്തിരി വിശ്വാസികളുണ്ട്. അതിന് ഒരു കാരണം, അതിൻ്റെ ആവശ്യം എനിക്ക് തോന്നുന്നില്ല. എനിക്കങ്ങനെ ആരുടെയും കൂട്ടായ്മയൊന്നും വേണ്ട, എനിക്ക് ആരുടെ സഹായമൊന്നും വേണ്ട. ദൈവം സഹായിച്ച് കഴിക്കാനുള്ള വകയൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ അഹങ്കാരികളായിട്ട് ജീവിച്ചാലേ എവിടെയെങ്കിലും വെച്ച് ദൈവം പണി തരും. എങ്ങനെയാണെന്നറിയാമോ? അനേകരുടെ സഹായം നമ്മൾ സ്വീകരിക്കേണ്ടി വരും. അന്ന് നമ്മൾ ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ, ആരെങ്കിലും ഒന്ന് മിണ്ടിയിരുന്നെങ്കിൽ, ആരെങ്കിലും ഒന്നുണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ കൊതിക്കും പ്രിയപ്പെട്ടവരെ. അത് ഞാൻ അനുഭവത്തിലൊക്കെ ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ ഭയത്തോടും വിറയലോടെയും ഞാൻ ആ കാര്യം പറയുന്നത്. ഇന്ന് ഒത്തിരി പേര് ആത്മീയമായിട്ട് വളരാത്തതിന് ഒരു കാര്യം, ദേ തിങ്ക് ദേ ഓൾറെഡി നോ ഇനഫ്. ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഞങ്ങൾക്ക് അറിയാം. നമുക്ക് എന്തറിയാമെന്നാണ് പറയുന്നത്? കോർപ്പറേറ്റ് വേൾഡിൽ നോക്കിയാൽ ഈവൻ ഗവൺമെൻറ്റിൽ പോലും അപ്പോഴവരെന്ത് പീരിയോഡിക്കലി അവരെ അപ്ഗ്രേഡ് ആവണം അല്ലേ? അല്ലെങ്കിൽ വേറൊരു വാക്കി പറഞ്ഞാൽ പല വാക്കുകളുണ്ട്. നമ്മൾ ഇപ്പോൾ IT മേഖലയിലാണ്, അവർ പഠിച്ചു, ഡിഗ്രി എടുത്തു, അവർ മാസ്റ്റേഴ്സ് കൊടുത്തു, കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ സ്റ്റിൽ അവരവരുടെ വർഷാവർഷം എന്ത് ചെയ്യണം? പുതിയ കാര്യങ്ങൾ അവർ പഠിച്ച് അവർ
അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇവൻ മെഡിക്കൽ സൈഡ് ഡോക്ടേഴ്സ് എന്നോട് പറയുന്നത് ദേ റിയലി ഹാവ് ടു ലേൺ എ ലോട്ട് നൗ. ഞാൻ ചോദിച്ചോട്ടെ, ആത്മീയരായിട്ട് നമുക്കെന്തായി വളർച്ച വേണ്ടാത്ത? അതുകൊണ്ട് ഇപ്പം പുതിയ 140 MLA വന്നു. ആ 140 MLA മന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെ അവർക്ക് 3 ദിവസത്തെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, വർക്ക്ഷോപ്പ്. എന്നിട്ട് IMG ഉദ്യോഗസ്ഥന്മാരാണ് പോയി അവർക്ക് ക്ലാസ് എടുത്തത്. കാരണം മന്ത്രിമാർക്കും ക്ലാസ് വേണമായിരുന്നു, MLA ക്ലാസ് കൊടുക്കണമായിരുന്നു, MP ക്ലാസ് ഉണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, നമുക്കെന്താ ഇത് സ്പിരിച്വൽ അപ്ഗ്രേഡേഷൻ നമുക്ക് വേണ്ടേ? പിന്നെ നമ്മളെല്ലാം അറിയുന്ന പോലെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒത്തിരി ഇന്നത്തെ ഈ പുതിയ സഭകളെ വിളിക്കുന്നൊരു പേരാണ് എന്താണ്? ന്യൂജൻ. ന്യൂജൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്നറിയാമോ? എല്ലാം അറിയാവുന്ന പോലെയാണ് വന്ന് കൈയടിച്ച് കിടന്നുകൊണ്ട് ചാടുന്നത്. പക്ഷേ വചനത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഒന്നും അറിയത്തില്ല. ഒരു ക്രൈസിസ് വരുമ്പോൾ ഒരു വലിയ ബലൂൺ ഒരു സൂചി കൊണ്ട് കുത്തുന്ന പോലെയേ ഉള്ളൂ, അങ്ങ് പോയി. വാസ്തവമായിട്ട് നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം പ്രിയപ്പെട്ടവരെ. അതിന് നമ്മളെ ദൈവം സഹായിക്കട്ടെ. കൊരിന്ത്യ ലേഖനം 1 Corinthians 10:12, 1 Corinthians 10:12. എൻ്റെ വാക്കുകൾ ഞാൻ നിർത്താൻ പോവാം. 1 Corinthians 10:12. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. നിൽക്കുന്നു എന്ന് തോന്നുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഞാൻ നിൽക്കുന്നു, നമ്മൾ മലയാളത്തിൽ സ്വന്തം കാലി നിൽക്കണം, പിന്നെ വല്ലവൻ്റെയും കാലിലാണ് നിൽക്കുന്നത്. ചില പഴഞ്ചൊല്ലുകൾ സ്വന്തം കാലിൽ നിൽക്കണം. സ്വന്തം കാലിൽ തന്നെ നിൽക്കണം, പിന്നെ അല്ല. ഇവിടെ പറയുക, ആരെങ്കിലും അങ്ങനെ സ്വന്തം കാലിൽ നിൽക്കുന്നു എന്ന് തോന്നെങ്കിൽ വീഴാതിരിക്കാൻ സൂക്ഷിച്ചോട്ടെ. ഇത് ആത്മീയ നിഗളം വരുമ്പം നമുക്ക് തോന്നും നമ്മൾ നിൽക്കുന്നു എന്ന്, അല്ലേ? വീഴാതിരിക്കാൻ നമ്മൾ സൂക്ഷിച്ചോണം. അപ്പം ഇനി നമുക്കൊന്ന് ബാലൻസ് ചെയ്യാം. സ്പിരിച്വൽ വീക്ക്നെസ് നമുക്കുണ്ടെന്നിരിക്കട്ടെ. ഞാനിപ്പം ഇപ്പം ഇത്രയൊക്കെ കേട്ടപ്പോൾ നിങ്ങളും ചിന്തിച്ചു, ശരിയാണ്, ഈ പറഞ്ഞതൊക്കെ നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ വീക്കാണ്. അതെന്നല്ല ദൈവം എന്നെ ഒന്ന് ഓർപ്പിച്ചതിനായിട്ട് നന്ദി. ഇഫ് യു തിങ്ക് ദാറ്റ് യു ആർ സ്പിരിച്വലി വീക്ക്, ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഗോഡ് ഹാസ് അബാൻഡൻഡ് യു. ദൈവം നിങ്ങളെ തള്ളി എന്നല്ല എന്നർത്ഥം, അല്ലേ? കർത്താവ് നമ്മളെ തള്ളിക്കളഞ്ഞതല്ല പ്രിയപ്പെട്ടവരെ. ശരിക്കും പറഞ്ഞാൽ ദ ലോർഡ് ഈസ് ടെല്ലിങ്, ഹേ, യുവർ സ്പിരിച്വൽ കണ്ടീഷൻ നീഡ്സ് റിസ്റ്റോറേഷൻ. നിങ്ങളുടെ ആത്മീയ അവസ്ഥയ്ക്ക് എന്ത് വേണം? ഒരു റിസ്റ്റോറേഷൻ വേണം, ഒരു റിന്യൂവൽ വേണം, ഒന്ന് പുതുക്കണം. ആൻഡ് സ്ട്രെങ്തനിങ്, അല്ലേ? നിങ്ങൾക്ക് ശരീരത്തിൻ്റെ ഒരു വീക്ക്നെസ് വരുമ്പോൾ പെട്ടെന്ന് ഡോക്ടറെ കണ്ട് ഡോക്ടർ പറയും, അയ്യോ ഇത് പോരാ, എന്ത് ചെയ്യണം? ഒന്ന് സ്ട്രോങ് ആക്കണം. ഓക്കെ ഇതെല്ലാം കഴിക്കണം, ഇങ്ങനെ ആക്കണം, ഡയറ്റ് മാറ്റണം, ഇത് ചെയ്യണം, ഇതെല്ലാം. ഉടനെ നിങ്ങളതെല്ലാം ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്നാൽ പോരാ. രാവിലെ എവിടെ പോകണം? ജിമ്മിൽ പോകണം. ചാടി കയറി പോയി കഴിഞ്ഞു. അടുത്തത് പിന്നെ എന്താണ്? നിങ്ങളുടെ ഡയറ്റൊക്കെ ഇങ്ങനെ ആക്കണം. ഉടൻ ചെയ്ത് ഇനി ഇതൊന്നും കഴിക്കരുത്. അതെല്ലാം എപ്പോഴേ കളഞ്ഞു. അപ്പം നിങ്ങളുടെ ശരീരത്തെ നിങ്ങളൊന്ന് സ്ട്രെങ്തൻ ചെയ്യണം. എന്തൊക്കെയാണ് ചെയ്യുന്നത്? മസിൽസ്, ഇതുകൊണ്ടൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ഇരിക്കുന്നു. ഈ മസിൽസിന് എന്ത് ചെയ്യണം? എത്രയും വർക്ക് ചെയ്യുന്നു അത്രയും സ്ട്രെങ്തൻ ചെയ്യണം. ഇനി പരിചയം അത് ഏതൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ഞാൻ ഒന്ന് നോക്കിയിടക്കുകയായിരുന്നു. അവർ കഴിഞ്ഞ ആഴ്ച പുതിയതായിട്ട് വന്നൊരു ഭാര്യയും ഭർത്താവുമാണ്. അതിലൊരാൾ ഫിസിയോതെറാപ്പിസ്റ്റാണ്. ഞാനീ പറഞ്ഞത്, അപ്പോൾ ഒരു ശരീരത്തിലെ മസിൽസ് അനക്കാതെ വെച്ചുകൊണ്ടിരുന്നാൽ അതങ്ങ് ഉപയോഗശൂന്യമായിപ്പോവും. ഇതുപോലെ നമ്മുടെ സ്പിരിച്വൽ മസിൽസ്, ഹൗ സ്ട്രോങ് ഈസ് ഇറ്റ് എന്ന് ചോദിച്ചാൽ, ദ മോർ യു പുട്ട് ഇറ്റ് ടു വർക്ക്, അല്ലേ, അത് വളരും പ്രിയപ്പെട്ടവരെ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ സ്പിരിച്വൽ കണ്ടീഷൻ, എന്ത് വേണമെന്നാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഡോക്ടർ കുറിപ്പടി എന്താ? വാട്ട് വാസ് ദി പ്രോഗ്നോസിസ്? എന്താണ്? ഈസ് ഇറ്റ് ബാഡ് ഓർ ഗുഡ്? ഇറ്റ്സ് ഗുഡ്. എന്താണ്? യു നീഡ് റിസ്റ്റോറേഷൻ, യു നീഡ് റിന്യൂവൽ, യു നീഡ് സ്ട്രെങ്ത്. ഇത്രയേ ഉള്ളൂ. അതിനപ്പുറം ദൈവം നമ്മളെ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ദൈവം നമ്മളെ തെറി വിളിക്കുകയല്ലായിരുന്നു. മോളെ ഞാൻ നോക്കുമ്പം നിൻ്റെ അകത്തെ മനുഷ്യൻ വളരെ ബലഹീനപ്പെട്ടിരിക്കുന്നു, നിനക്ക് ഇത്രയും ശക്തി പോരാ, നീ ഇങ്ങനെ അല്ലായിരുന്നു, നീ നല്ല ബലപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു, ഇപ്പം നീ ഒത്തിരി, നിനക്ക് ഇച്ചിരി ഉഴപ്പ് വന്നിട്ടുണ്ട്, നീ ഇച്ചിരി ഈ പറഞ്ഞ പോലെ എന്താണ് ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുണ്ട്, ഇച്ചിരി നീ ഇപ്പം സ്ലാക്ക്, അല്ലേ, പുറകോട്ട് പോയി. ഒരു കാര്യം ചെയ്യ്, നീ മുന്നോട്ട് വന്ന് എന്നോട് ആദ്യം ആ ഇൻറ്റിമസിയിൽ ബാ. 2, എൻ്റെ വചനം കണ്ടെത്തി ഭക്ഷിക്കുക, അല്ലേ. അടുത്തത്, നീ വിട്ടുകളയാൻ നീ സ്ട്രഗിൾ ചെയ്യുന്ന പാപങ്ങളുണ്ടല്ലോ, അത് വിട്ടുകളയാൻ ഞാൻ നിന്നെ സഹായിക്കാം. അടുത്തത് പിന്നെന്താ പറഞ്ഞത്? നിനക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാവണം. ഇമോഷണലി മാത്രം ജീവിച്ചാൽ പോരാ, അകത്തെന്ത് ചെയ്യണം? കുറച്ച് ഡിസിപ്ലിൻ ഉണ്ടാവണം. ഏറ്റവും ഒടുവിൽ പറഞ്ഞു, നിനക്ക് നല്ല ആത്മീയ ബന്ധങ്ങളും കൂട്ടായ്മകളും അക്കൗണ്ടബിലിറ്റി നീ എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. ഞാനീ പറഞ്ഞതിനൊക്കെ വാക്യം പറഞ്ഞോ? യെശയ്യാവ് 40:31 വളരെ പ്രസിദ്ധമായ വാക്യം. ഐസയ 40:31 എന്താണ്? യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും.
യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. കഴിവിനെപ്പറ്റി ഞങ്ങളൊരു സീരീസ് ഇപ്പം ഞങ്ങൾ മിനിസ്ട്രി ഡിവോഷനിൽ പഠിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് അനുവദിച്ചാൽ അത് ചർച്ചിലും പറയണം. ഓക്കെ, അവിടെ വാക്ക് ശ്രദ്ധിക്കണം. ശക്തിയെ പുതുക്കും, ഷാൽ റിന്യൂ. നിങ്ങൾ ലൈസൻസ് റിന്യൂ ചെയ്യുന്നു, പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്നു, എല്ലാം റിന്യൂ ചെയ്യുന്നു. ഇതെന്താ? അകത്തെ ശക്തി എന്താ പുതുക്കാത്ത? ഇതെന്നാ? ഇത് മേടിച്ച പാടെ അതുപോലെ ഇരിക്കുക. ചില സാധനങ്ങളൊക്കെ ഇന്ന് വരെ പുതുക്കിയിട്ടില്ല. ഇതൊക്കെ അപ്പോഴപ്പോഴും പുതുക്കണമായിരുന്നു. എന്ത് ചെയ്യണം? കർത്താവിനെ കാത്തിരുന്ന് അത് പുതുക്കണം. അത് പുതുക്കിയാൽ ഓർത്തോണം, ഇഫ് യു റിന്യൂ സ്ട്രെങ്ത് ക്യാൻ റിട്ടേൺ. ശക്തി തിരിച്ചു വരും, അല്ലേ? പോയിന്ന് നിങ്ങൾ പറഞ്ഞ ശക്തി എന്ത് ചെയ്യും? തിരിച്ചു വരും. പാഷൻ ക്യാൻ റിട്ടേൺ. നിങ്ങൾ പണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ട കാലത്ത് ആരെ കണ്ടാലും യേശുവിനെ പറ്റി പറയും, കേട്ടോ ബ്രദറെ. ഇപ്പം ഞാൻ അങ്ങനെ പറയാറൊന്നുമില്ല. അപ്പോൾ ആ പാഷൻ എവിടെ പോയി? അത് തിരിച്ചു വരും. സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി, ഇറ്റ് ക്യാൻ റിട്ടേൺ. പക്ഷേ അവിടെ ഇതൊക്കെ തിരിച്ചു വരണമെങ്കിൽ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഡെയിലി സറണ്ടർ. അനുദിനം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കണം. ഡെയിലി ഫെലോഷിപ്പ് വിത്ത് ഗോഡ് ആൻഡ് വിത്ത് ഗോഡ്സ് പീപ്പിൾ. നിരന്തരം ദൈവത്തോടും ദൈവജനത്തോടുമുള്ള കൂട്ടായ്മ. ഡെയിലി ഡിസിപ്ലിൻ. ഡെയിലി ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഞാൻ പഞ്ചാരയൊന്നും ഉപയോഗിക്കുന്നില്ല. ഓ ശരി, നല്ല കാര്യം. ഞാൻ ഈ 1-ാം തീയതി തീരുമാനം എടുത്തു, ഇനി ഞാൻ ചായയിൽ പഞ്ചാര ഇടില്ല. പക്ഷേ ഞാൻ 2 ഐസ്ക്രീം കഴിച്ചു. ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അവസാനം ഡെസേർട്ട് കൊണ്ടുവരുമ്പോൾ ഉള്ള അടി കാണുമ്പം ഏറ്റവും കൂടുതൽ ഈ ഡെസേർട്ട് കിടന്ന് അടിക്കുന്ന ആരാന്നറിയാം? H1B1 എത്രയാണ്? HB, അതെ തന്നെ. ഇതാണ് പ്രശ്നം. ഡെയിലി ഡിസിപ്ലിൻ. അത് ആ പോയിന്റ് പറയാനാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ മധുരം എടുക്കുന്നില്ലെങ്കിൽ ഡെയിലി മധുരം എടുക്കരുത്. നിങ്ങൾ 10 ദിവസം മധുരം എടുക്കാതിരുന്നിട്ട് എല്ലാം കൂടെ ചേർത്ത് ഐസ്ക്രീം കഴിച്ചാൽ, ഇടയ്ക്ക് ഞാൻ എവിടെ പോയപ്പം പറയായിരുന്നു, വെട്ടി അടിക്കുന്ന. അപ്പോൾ ആരാണ്ട് ഡയബറ്റീസാ, ഞാൻ ഇൻസുലിൻ കൂടുതലെടുത്തിട്ടാണ് വന്നതെന്ന്. എന്നെനിക്കറിയാം ഇവിടെ ഇത് മധുരമുണ്ട്, അതുകൊണ്ട് ഞാൻ ഡോസ് കൂട്ടിയെടുത്തിട്ടാണ് വന്നതെന്ന്. എന്തോ ഒരു ഡിസിപ്ലിനാണത്. ആലോചിച്ച് നോക്കിയേ, അല്ലേ? ഇങ്ങനത്തെ ഡിസിപ്ലിനാണ് നമ്മുടെയൊക്കെ ഡിസിപ്ലിൻ. അപ്പം ഡെയിലി ഡിസിപ്ലിൻ, ഡെയിലി ഫെലോഷിപ്പ്, ഡെയിലി സറണ്ടർ, ഡെയിലി ഒബീഡിയൻസ്, അനുദിനമുള്ള അനുസരണം, ആൻഡ് ഡെയിലി ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്. അനുദിനം ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ പഠിക്കണം, അല്ലേ? നേരം വെളുത്ത് രാത്രി കിടക്കുന്നവരെ നമ്മുടെ സകല കാര്യത്തിനും നമ്മൾ ദൈവത്തെയാണോ നമ്മൾ ആശ്രയിച്ചത്? രാത്രി നിന്ന് കിടക്കുന്നതിന് മുമ്പ് ഇന്ന് ഞാൻ പകൽ ഓരോ കാര്യത്തിനും എന്തൊക്കെ, ആരെയൊക്കെ ആശ്രയിച്ചു, ഏതിനെയൊക്കെ ആശ്രയിച്ചു? ദൈവത്തെ ഒഴികെ എല്ലാവരെയും എല്ലാത്തിനെയും ആശ്രയിച്ച് കാണും. എന്നിട്ട് പറയാൻ പറ്റുമോ, ഐ വാസ് ടോട്ടലി ഡിപ്പെൻഡൻ്റ് ഓൺ ഗോഡ് ദിസ് ഹോൾ ഡേ? നോ. എന്നൊരു തീരുമാനം നമുക്ക് എടുക്കാൻ പ്രിയപ്പെട്ടവരെ. കണ്ണടച്ചാട്ട് എല്ലാവരും. ദ എനിമി ഈസ് നോട്ട് അഫ്രെയ്ഡ് ഓഫ് ക്രിസ്ത്യൻസ് ഹൂ ഓൺലി ലുക്ക് റിലീജിയസ് ഔട്ട്വേർഡ്ലി. പുറമേ ഇങ്ങനെ ആത്മീയത കാണിക്കുന്ന വിശ്വാസികളെ പിശാചിന് ഒരു പേടിയില്ല. അതിൻ്റെ അർത്ഥം ഇന്നത്തെ സഭാ വിശ്വാസികളെ പിശാചിന് ഒരു പേടിയില്ല. കാരണം പിശാചിനറിയാം ഇത് വെളി കാണുന്ന ആത്മീയം മാത്രമേ ഉള്ളൂ, അകത്ത് പൊള്ളയാണ്. തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞ പേട, അകത്തൊന്നുമില്ല. പക്ഷേ ഇഫ് യു ആർ സ്പിരിച്വലി അലൈവ് ഇൻസൈഡ്, സൈറ്റൻ വിൽ ട്രംബിൾ. പിശാച് നിങ്ങളുടെ മുമ്പിൽ വിറയ്ക്കും. കാര്യം എന്താ? നിങ്ങളുടെ ഉള്ളിൽ ശക്തിയുണ്ട്, ബലമുണ്ടെന്ന് അറിയാം. നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾക്ക് വചനം അറിയാമെങ്കിൽ, നിങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കുന്നതാണെങ്കിൽ, നിങ്ങൾ ഈ ഡിസെപ്ഷൻ, വഞ്ചന കണ്ട് ഡിസേൺ ചെയ്യുന്ന ആളാണെങ്കിൽ, നിങ്ങൾ കർത്താവിനെ പൂർണ്ണമായി അനുസരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങളെപ്പോഴും ആത്മീയമായി ഉണർന്നിരിക്കുന്നവരാണെങ്കിൽ, ഈ കാലഘട്ടത്തിൽ, ഈ തലമുറയിൽ ഗിഫ്റ്റഡ് ബിലീവേഴ്സിനെ അല്ല ആവശ്യം, സ്പിരിച്വലി സ്ട്രോങ് ബിലീവേഴ്സിനെയാണ് ആവശ്യം. ഇന്നൊത്തിരി കരിസ്മയുള്ള, ഒത്തിരി ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒത്തിരി പേര് അവരാണെന്ന് സത്യം പറഞ്ഞ ഹീറോസ്. പക്ഷേ ദൈവത്തിന് വേണ്ടുന്നത് ഗിഫ്റ്റഡ് അല്ല. ആരാണ്? സ്ട്രോങ് സ്പിരിച്വലി, ആത്മീയമായി ബലമുള്ളവരെയാണ് കർത്താവിന് ഇന്ന് ആവശ്യം പ്രിയപ്പെട്ടവരെ. അവരെ പെട്ടെന്ന് വഞ്ചിക്കാൻ പറ്റത്തില്ല, അവർ പെട്ടെന്ന് കോംപ്രമൈസ് ആവത്തില്ല. അവരെന്ത് ചെയ്യും? ഈ വഞ്ചനയും ഉള്ള തലമുറയിൽ, വഞ്ചനയും വക്രതയും കോട്ടവും ഉള്ള തലമുറയിൽ അവരനിന്യരും പരമാർത്ഥികളുമായി നിഷ്കളങ്കരായി അവരായിരിക്കും. അങ്ങനെ ആയിരിക്കുവാനായിട്ട് നമുക്കൊന്ന് സമർപ്പിക്കാമോ?
ഇന്ന് കൂടെ ചേർന്ന് 3 ക്ലാസ്സിലായിട്ട് നമ്മൾ 6 വിഷയങ്ങൾ കണ്ടു. വൈ ആം ഐ സ്പിരിച്വലി വീക്ക്? എന്തുകൊണ്ട് ഞാൻ ആത്മീയമായി ബലഹീനനാകുന്നു എന്നുള്ളതിൻ്റെ കാരണങ്ങളാണ്. ഇത് പറഞ്ഞ ഞാനും ഇതിന് ബാധ്യസ്ഥരാണ്, നിങ്ങളും ബാധ്യസ്ഥരാണ്. നമ്മൾ കേട്ട് കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം ഇന്ന് മുതൽ നമ്മുടെ ആത്മീയ ജീവിതത്തിനൊരു ബലം എനിക്ക് വേണം കർത്താവേ. അകത്തെ മനുഷ്യൻ എനിക്ക് ശക്തിയോടൊന്ന് ബലപ്പെടണം കർത്താവേ. ഞാൻ ഇങ്ങനെ ഒരു ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥ ഞാൻ മടുത്ത് കർത്താവേ. എന്നും ഞാൻ മറ്റുള്ളവരുടെ പ്രാർത്ഥനയിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ജീവിതവും ഞാൻ മടുത്തു കർത്താവേ. എൻ്റെ ഉള്ളിലൊന്ന് ബലപ്പെട്ട് എഴുന്നേൽക്കുവാൻ എന്നെ ഒന്ന് സഹായിക്കണമെന്ന്. ഹൗ മെനി ഫീൽ പ്രേ സിമ്പിൾ പ്രേ ലോർഡ് സ്ട്രെങ്തൻ മീ ലോർഡ്. ഐ വോണ്ട് ടു ഗെറ്റ് സ്ട്രോങ് in my spiritual side, Lord. Outside I'm going to gym and I'm taking care of my body. പക്ഷേ ഇൻസൈഡ് ഐ എം വീക്ക് ലോർഡ്. ഒരാവശ്യം വരുമ്പോൾ എനിക്ക് ഞാൻ പെട്ടെന്ന് വീണ് പോകുന്നു. ആവശ്യം വരുമ്പോൾ ഞാൻ പതറിപ്പോകുന്നു, ഞാൻ ഭയപ്പെട്ടു പോകുന്നപ്പാ. എന്നോട് ക്ഷമിക്കണമേ. എന്നെ നീ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തണമേ എന്നൊരു തീരുമാനം എടുത്തവരെല്ലാം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ തന്നെ വാഗുണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നൊരു പ്രാർത്ഥന ഉയരട്ടെ. ഞങ്ങളെ ഓൺലൈനിൽ കേൾക്കുന്നവരും ദയവായി നിങ്ങൾ എവിടെ ഇരിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു പ്രാർത്ഥന. യേശുവേ, ഈ കേട്ടതുപോലെ കർത്താവേ, ആത്മീയമായി എന്നെ ഒന്ന് ശക്തിപ്പെടുത്തണമേ. ഞാൻ എത്ര നാൾ ഇങ്ങനെ ബലഹീനപ്പെട്ടിരിക്കും, എത്ര നാൾ ഞാനിങ്ങനെ കർത്താവേ ഇങ്ങനെ ക്ഷീണിതനായിരിക്കും. അല്ല, എൻ്റെ പ്രായം കൊണ്ട് എനിക്ക് ബലഹീനത പുറമേ ഉണ്ടായിരിക്കും. പക്ഷേ അതിൽ ഒരുപക്ഷെ നിങ്ങളുടെ രോഗം ഒരുപക്ഷെ നിങ്ങളുടെ ശരീരത്തെ ക്ഷീണിപ്പിച്ചിരിക്കാം. പക്ഷേ നിങ്ങളുടെ അകത്തെ മനുഷ്യന് ബലം അത് വരണമെങ്കിൽ മരുന്ന് കഴിച്ചാൽ പോരാ, മറ്റ് സപ്ലിമെൻറ്റ്സ് ഒന്നും കഴിച്ചിട്ട് കാര്യമില്ല. അകത്തെ ബലം വരുന്നത് കർത്താവിനോടുള്ള ബന്ധത്തിൽ നിന്നാണ്. അവനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അങ്ങനെയെങ്കിൽ എല്ലാവരും കർത്താവേ, ഹെൽപ്പ് മീ ടു റിന്യൂ സ്ട്രെങ്ത് ലോർഡ്, ഹെൽപ്പ് മീ ടു റിന്യൂ ഇന്നർ സ്ട്രെങ്ത്. എൻ്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടുവാൻ, ശക്തിപ്പെടുവാനായി കർത്താവെ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട് ഞങ്ങളെ തന്നെ ചതിക്കാതെ ഈ വചനപ്രകാരം കർത്താവെ ജീവിക്കുവാൻ ആവശ്യമായ ദൈവകൃപയും ജ്ഞാനവും അഭിഷേകവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ എന്നും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന അവിടെ നിന്ന് കേട്ടിരിക്കാല സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഇതുപോലെയുള്ള അനുഗ്രഹീതമായ സന്ദേശങ്ങൾ, ബൈബിൾ പഠനങ്ങൾ, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന, ഉത്സാഹിപ്പിക്കുന്ന സാക്ഷ്യങ്ങൾ എന്നിവ കേൾക്കുവാൻ നിങ്ങൾക്കിടയായിത്തീരും. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.